അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിൻ്റെ അരോമാറ്റിസിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ മോളിക്യൂൾസിൽ എന്തുണ്ടാവില്ല? മോളിക്യൂൾസ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് എ ബെൻസീൻ റിംഗ്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട് എന്ന് വിളിച്ചത്. ഇനി നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ബെൻസിനോയിഡ് കോമ്പൗണ്ട് ആണ്, അപ്പോൾ അവിടെ ബെൻസീൻ റിംഗ് ഇല്ല. എന്നാൽ തന്നെയും അത് 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ടാവും, അതുപോലെ പ്ലാനാർ ആയിരിക്കും. ഇതെല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് അതുപോലുള്ള കോമ്പൗണ്ട്സ് എന്തായിട്ട് നിൽക്കാറുണ്ട്? അരോമാറ്റിക് ബിഹേവിയർ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിൽ ബെൻസീൻ മൊയിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ബെൻസീൻ നമ്മളെപ്പോഴും അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബെൻസീനാണ്. പക്ഷേ അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ തന്നെ നോൺ ബെൻസിനോയിഡ് സിസ്റ്റംസും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സിസ്റ്റംസിൽ എന്തില്ല? ബെൻസീൻ മൊയിറ്റി ഇല്ല. പക്ഷേ ഒരു അരോമാറ്റിക് മോളിക്യൂളിന് വേണ്ടുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട് അതിന്. 4n+2 റൂള് സാറ്റിസ്ഫൈയും, ഡീലോക്കലൈസേഷൻ കാണിക്കുന്നുണ്ട്, പ്ലാനാറാണ്. അതിനൊന്നാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2π ഇലക്ട്രോൺ സിസ്റ്റം. 2π ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്രയേ ഉള്ളൂ? 2π ഇലക്ട്രോൺസേ ഉള്ളൂ. 2π ഇലക്ട്രോൺസ്. അപ്പോൾ 2π ഇലക്ട്രോൺസ് വരുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ 2π ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴേക്കും 4n+2 എത്രയെന്ന് വരും? 2. അപ്പോൾ 4n = 2 - 2 0. therefore n = 0. കഴിഞ്ഞ ദിവസം നമ്മൾ n 1 2 3 എന്നാണ് പറഞ്ഞു തോന്നുന്നു. n-ന് 0 വാല്യൂ വരാം. അപ്പോൾ 2π ഇലക്ട്രോൺ സിസ്റ്റം 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം n-ന് n = 0 1 2 3 എക്സെട്ര വാല്യൂസ് n-ന് കിട്ടാം. അങ്ങനെയാണ് എങ്കിൽ 4n+2 = 2 ആണെങ്കിൽ n-ന് 0 ആവാം. അപ്പോൾ അത് 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് സൈക്ലോപ്രോപ്പീനും അതുപോലെ തന്നെ അതിലൊരു പോസിറ്റീവ് ചാർജ്. അപ്പം നമുക്കിതിനെ എന്ത് വിളിക്കാം? സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ. സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 2π ഇലക്ട്രോൺ സിസ്റ്റം വിച്ച് സാറ്റിസ്ഫൈ 4n+2 റൂൾ. പിന്നെ ഇനി ഇതിൻ്റെ ഡീലോക്കലൈസേഷൻ നോക്കാം. ഇവിടെ നിന്ന് ഈ ബോണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജും ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇവിടുത്തെ നെഗറ്റീവ് ചാർജും കൂടെ ഇവിടെ ഒരു ബോണ്ടായി, പകരം ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് വന്നു, പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു. ഇനി നമ്മൾ അടുത്ത് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ബോണ്ട് ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നെഗറ്റീവ് ചാർജ് ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൽ തന്നെ വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഡീലോക്കലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് ഈ ഒരു സ്ട്രക്ചറിൽ തുടങ്ങി ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ എൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ട്. ഇതുപോലെ റിംഗ് സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ആ മോളിക്യൂൾ എന്ത് മോളിക്യൂളാണ്? പ്ലാനാർ മോളിക്യൂളാണ്. ഇതെന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം? അരോമാറ്റിക് ആണെന്ന് പറയാം. ഡീലോക്കലൈസേഷൻ വരയ്ക്കാൻ അറിയാവോ? കേൾക്കുന്നുണ്ടോ? അറിയാവോ വിസ്മയ, അഞ്ജന? അപ്പൊ ഇവിടെ ഈ വരച്ച ഈ 4 സ്ട്രക്ചറിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഈ ഡീലോക്കലൈസേഷൻ കാണിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് ആവും. അപ്പോൾ ആ പോസിറ്റീവ് നെഗറ്റീവും കൂടെ ചേർന്നൊരു ന്യൂ ബോണ്ടും, ബോണ്ട് ഷിഫ്റ്റ് ചെയ്തത് എവിടെ നിന്നാണോ ആ ഒരു പൊസിഷനിലൊരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, അടുത്തത് പറയട്ടെ. അടുത്തത് 6π ഇലക്ട്രോൺ സിസ്റ്റമാണ് നമുക്ക് പഠിക്കേണ്ടത്. 6π ഇലക്ട്രോൺ സിസ്റ്റം. നമ്മൾ എന്തുകൊണ്ട് 4π ഇലക്ട്രോൺ സിസ്റ്റം എടുത്തില്ല? 4π ഇലക്ട്രോൺസ് ആകുമ്പോഴേക്കും 4n + 2 = 4. 4n = 4 - 2 = 2. n = 2/4 = 1/2. അപ്പോൾ എന്നിനൊരു ഹോൾ നമ്പർ വാല്യൂ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 4π സിസ്റ്റംസിനെ നെഗ്ലക്റ്റ് ചെയ്തത്. പകരം നമ്മൾ അടുത്ത് 6π ഇലക്ട്രോൺ സിസ്റ്റംസ് ആണ് എടുത്തത്. ആ 6π ഇലക്ട്രോൺ സിസ്റ്റത്തിന് നമ്മൾ നോക്കുമ്പോൾ 6π ഇലക്ട്രോൺസ്. അപ്പം നമുക്ക് എന്ത് കിട്ടണം? 4n + 2 = 6. 4n = 6 - 2 4. n = 4/4 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്നിനൊരു 1 എന്ന വാല്യൂ കിട്ടി. അപ്പോൾ അത് 4n + 2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ 6π ഇലക്ട്രോൺസിന് നമ്മൾ നോക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോൺ ബെൻസിനോയിഡ് സിസ്റ്റം അല്ലേ. അപ്പോൾ നമുക്ക് ബെൻസീൻ എടുക്കാൻ പറ്റത്തില്ല. ഒരു സൈക്ലോപെൻറ്റേൻ എടുത്തു. സൈക്ലോപെൻറ്റേനിൽ 2 ഡബിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ അതിനെ സൈക്ലോപെൻറ്റാഡൈനൈൽ എന്ന് വിളിക്കും. ഒരു നെഗറ്റീവ് ചാർജും കൂടെ വരുമ്പോൾ എന്ത് വന്നു? സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ 6π ഇലക്ട്രോൺ സിസ്റ്റം. ഇനി നോക്കിക്കേ 6 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന്. ഈ ഡബിൾ ബോണ്ടും ഈ ഡബിൾ ബോണ്ടും കൂടെ, അതായത് 2 ഡബിൾ ബോണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടോട്ടൽ 4 ഇലക്ട്രോൺസ്. ഇവിടുത്തെ ഒരു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ therefore ടോട്ടൽ 6 ഇലക്ട്രോൺസ്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ഡീലോക്കലൈസേഷൻ നോക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡീലോക്കലൈസേഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബോണ്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിനും വലിയ റിംഗ് സൈസ് ഒന്നും ഇല്ലല്ലോ, 5 മെമ്പേർഡ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂളും എന്തായിരിക്കും? പ്ലനാർ മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഇനി ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഈ നെഗറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും കൂടെ അവിടെ എന്തായി? ഒരു ബോണ്ടായി. ഇവിടെ ബോണ്ടായി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടെ ബോണ്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു മോളിക്യൂളുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു ബോണ്ടുണ്ട്. ഇവിടുത്തെ നെഗറ്റീവ് ചാർജും ഇവിടുത്തെ പോസിറ്റീവ് ചാർജും കൊണ്ട് ഇവിടെ ബോണ്ട് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അത് പിന്നെയും ഷിഫ്റ്റ് ചെയ്തു. ഇത് ഇങ്ങോട്ടേക്ക് മാറി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ എന്ത് വന്നു? നെഗറ്റീവ് ചാർജ് വന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഒറിജിനൽ മോളിക്യൂൾ കിട്ടി. ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ ബോണ്ട് വന്നു, ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ തുടങ്ങിയതിൽ തന്നെ നമുക്ക് എത്താൻ പറ്റി. അവിടെ ഡീലോക്കലൈസേഷൻ ഉണ്ട്. ഡീലോക്കലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അത് ഒന്നാമത്തെ കണ്ടീഷൻ 4n + 2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത് പ്ലനാർ ആണ്. മൂന്നാമത്തത് ഡീലോക്കലൈസേഷൻ. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ എന്താണെന്ന് പറയാം? അരോമാറ്റിക് ആണെന്ന് പറയാം. മനസ്സിലായോടെ? ഈ സ്ട്രക്ചറൊക്കെ വരയ്ക്കുന്നത് കൊണ്ടാണ് എനിക്കൊരു ഡൗട്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. പറയട്ടെ അടുത്തത്. അടുത്ത് നമ്മൾ നോക്കുന്ന ഇതുപോലെ വരുന്ന വേറൊരു എക്സാമ്പിളാണ്. 4n + 2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ട്രോപ്പീലിയം അയോൺ. ട്രോപ്പീലിയം അയോൺ എന്ന് പറയുമ്പോൾ എന്താ? ട്രോപ്പീലിയം അയോൺ ആണ്, ട്രോപ്പീലിയം കാറ്റയോൺ ആണ് ഏറ്റവും സ്റ്റേബിളസ്റ്റ് ആയിട്ടുള്ളത്. അതായത്
മോസ്റ്റ് സ്റ്റേബിൾ കാറ്റയോൺ എന്നറിയപ്പെടുന്നതാണ് ഏത്? ട്രോപ്പീലിയം കാറ്റയോൺ. ഈ ട്രോപ്പീലിയം കാറ്റയോൺ എന്ന് പറഞ്ഞാൽ സൈക്ലോഹെപ്റ്റ ഇതാണ്. അപ്പോൾ ബെൻസീനിൽ ഒരു കാർബണും കൂടെ കൂടുതൽ വന്നു, സൈക്ലോഹെപ്റ്റ. ഇത് സൈക്ലോഹെപ്റ്റ ആയില്ലേ, ട്രൈനൈൽ കാറ്റയോൺ. ഇതിൻ്റെ അകത്ത് 3 ബോണ്ടും കാണും, അതുപോലെ തന്നെ 3 ബോണ്ട്, ഒരു പോസിറ്റീവ് ചാർജ്. ഇതാണ് സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ. അതാണ് മോസ്റ്റ് സ്റ്റേബിൾ കാറ്റയോൺ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ബോണ്ട്, ഒരു ബോണ്ട്, ഒരു ബോണ്ട്, ടോട്ടൽ 3 ഡബിൾ ബോണ്ട് ഉണ്ട്. 3 ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 3 × 2 ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇലക്ട്രോൺസ്. അപ്പോഴതെന്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? 6 ഇലക്ട്രോൺ സിസ്റ്റത്തിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 6 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 4n + 2 = 6, 4n = 4, n = 1. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മോളിക്യൂളും എന്തായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇതിന് റിംഗ് സൈസ് കൂടുതലാണെങ്കിൽ പോലും ഇത് പ്ലനാറാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ 4n + 2 റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പ്ലനാറാണ്. ഇനി ഇതിൻ്റെ ഡീലോക്കലൈസേഷൻ നോക്കാം. ഇതിനെ ഞാൻ തിരിച്ചു വരയ്ക്കാം. ഇതാണ് സൈക്ലോഹെപ്റ്റാട്രൈനൈൽ കാറ്റയോൺ. ഇവിടെ നമ്മൾ നേരത്തെ വരച്ച പോലെ ഈ ഡീലോക്കലൈസേഷനൊക്കെ നിങ്ങൾ വരച്ചു നോക്കണേ. വരച്ചു നോക്കാതെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബോണ്ടായി. ഇനി ഇതിനെ പിന്നെയും എന്ത് ചെയ്തു? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇനി ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബോണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ്. അടുത്ത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നേരത്തെ ബോണ്ട് ഉണ്ടായിരുന്നു, ഇവിടെയും ബോണ്ടുണ്ട്, ഇവിടെ ബോണ്ട് കിട്ടും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഇനിയും നമുക്കിതിൻ്റെ വരയ്ക്കാം. എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ബോണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇത് ഇങ്ങോട്ടേക്ക് പോയി, ഇവിടുത്തെ ബോണ്ട് ഇവിടെ വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഈ ബോണ്ടും നേരത്തെ ഉള്ളത് തന്നെ. അടുത്ത സ്റ്റെപ്പിൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, എന്ത് ചെയ്തു? ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെ ബോണ്ടായി, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഈ ബോണ്ട് ഇവിടെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അവിടെ നിന്ന് തന്നെ നമുക്ക് സെയിം സ്ട്രക്ചർ കിട്ടും. ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇതാണ്, എൻഡ് ചെയ്തത് ഇവിടെ. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്ത് ഇവിടം വരെ എത്തി. കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ട്, ഫൗണ്ട് ടു ബി പ്ലാനർ, ഒബേയിങ് 4n + 2 റൂൾ. ഹെൻസ് tropylium cation, that is cycloheptatrienal cation, is aromatic in nature. ഇവിടെ 3 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്, ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ ഇതൊരു 6 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണെന്നും പറയാം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോടെ ഈ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ? ആരും കേൾക്കുന്നില്ലേ? അഭയ മനസ്സിലാവുന്നുണ്ടോ? അഭയ എവിടെ പോയി? മനസ്സിലാവുന്നുണ്ട് ടീച്ചർ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 6 പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ പറഞ്ഞത് ആദ്യം എന്തായിരുന്നു? 6 പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട രണ്ടാമത്തെ എക്സാമ്പിളാണ് ട്രോപ്പീലിയം കാറ്റയോൺ.
ട്രൊപ്പീലിയം കാറ്റയൂൺ. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാമ്പിൾസ് ആണ്. 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. അതിന് എക്സാമ്പിളാണ് ഫ്യൂറാൻ. ഫ്യൂറാൻ എന്ന് പറയുമ്പോൾ 5 മെമ്പേർഡിൽ ഓക്സിജൻ വന്നതാണ് ഫ്യൂറാൻ. അതുപോലെ തയോഫീൻ, ഓക്സിജന് പകരം സൾഫർ വന്നാൽ തയോഫീനായി. ഈ സൾഫറിന് പകരം NH വന്നാൽ അതെന്തായി? പൈറോളായി. ഇത് മൂന്നും എന്തിന് എക്സാമ്പിളാണ്? 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ എല്ലാ ഹെറ്ററോ ആറ്റം 2 ഇലക്ട്രോണിനെയും കൂടെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ 2 ഡബിൾ ബോണ്ടും കൂടെ തരുന്നത് 4 ഇലക്ട്രോൺസ്. ഒരു ഹെറ്ററോ ആറ്റം ഡൊണേറ്റ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺ. ദെയർഫോർ ടോട്ടൽ എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോൺ. അപ്പോൾ ഇത് ഏത് സിസ്റ്റമായി? 6 പൈ ഇലക്ട്രോൺ സിസ്റ്റമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയും ട്രൊപ്പീലിയം കാറ്റയൂൺ. ട്രൊപ്പീലിയം കാറ്റയൂണിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സൈക്ലോ ഹെപ്റ്റാ ട്രൈ ഈനൈൽ കാറ്റയൂൺ. അടുത്ത് 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് ഫ്യൂറാൻ, തയോഫീൻ, പൈറോൾ. ഇതെല്ലാം എന്ത് കാണിക്കുന്നുണ്ട്? അരോമാറ്റിസിറ്റി കാണിക്കുന്നുണ്ട്. ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ തുടങ്ങും? ഇതിൻ്റെ ഡീലോക്കലൈസേഷൻ കാണിക്കാനായിട്ട് ഈ ഓക്സിജനിലെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജനിലൊരു പ്ലസ് ചാർജ് വന്നു, ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടെയും ബോണ്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടായി, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്. അടുത്ത സ്റ്റെപ്പിൽ ഈ നെഗറ്റീവ് ചാർജ് ഈ ഓക്സിജനിലൊരു പ്ലസ് ചാർജ് ഉണ്ട്, ഇതിലേക്ക് പോവും. അപ്പോൾ ഈ ഓക്സിജൻ്റെ അടുത്തുണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ നേരത്തെ ബോണ്ടുണ്ട്, നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വന്നു, ഓക്സിജനിൽ പ്ലസ് ചാർജ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് O+, ഇവിടുത്തെ ഡബിൾ ബോണ്ട്, ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഈ അടുത്ത സ്റ്റെപ്പിൽ ഈ നെഗറ്റീവ് ചാർജ് അല്ല, ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഓക്സിജനിൽ നിന്ന് എടുത്ത ഇലക്ട്രോൺസ് ഓക്സിജന് തിരിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? ഓക്സിജൻ്റെ പ്ലസ് ചാർജ് മാറി, ഇവിടുത്തെ നെഗറ്റീവ് ചാർജും ഇവിടുത്തെ പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു ബോണ്ട് വരും, ഇവിടെ ഓൾറെഡി ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയതിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഡീലോക്കലൈസേഷൻ ഉണ്ട്. സ്മോൾ റിംഗ് ആയത് കാരണം പ്ലനാർ ആണ്. 6 പൈ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അത് 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ കാര്യത്തിൽ. ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ ഒരു സ്ട്രക്ചറും കൂടി നമുക്കൊന്ന് വരച്ച് നോക്കാം. തയോഫീൻ എടുക്കാം. തയോഫീൻ എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ ഹെറ്ററോ ആറ്റം ആരാണ്? സൾഫറാണ്. സൾഫറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സൾഫറിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെയും എന്ത് ചെയ്യും? ഡീലോക്കലൈസേഷനിൽ വരും. അതാദ്യം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ തയോഫീനിലെ സൾഫറിലെ ഇലക്ട്രോൺസ് യൂട്ടിലൈസ് ചെയ്തതുകൊണ്ട് സൾഫറിനൊരു പോസിറ്റീവ് ചാർജ് വരും. ഈ സൾഫറിൻ്റെ ഇവിടെയാണ് ഒരു ബോണ്ട് വരുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഈ ബോണ്ട് ഈ ഒരു കോർണറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും കൂടെ എന്തുണ്ടാവും? ആ ഒരു പൊസിഷനിലൊരു ബോണ്ട് ഉണ്ടാവും. സൾഫറിലെ പോസിറ്റീവ് ചാർജ് ഇടാൻ മറക്കരുത്, കാരണം സൾഫറിലെ ഇലക്ട്രോൺസിനെ ഡീലോക്കലൈസേഷനിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ് ആ ഒരു പോസിറ്റീവ് ചാർജ് കാണിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ബോണ്ട് ഈ കോർണറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കോർണറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ ഷിഫ്റ്റിംഗ് തുടങ്ങിയത് ആ ഭാഗത്തിന് പോസിറ്റീവ് ചാർജും എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്തത് ആ ഭാഗത്തിന് നെഗറ്റീവ് ചാർജും വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ ഇങ്ങനെയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട് വന്നു, സൾഫറിൽ പോസിറ്റീവ് ചാർജ് വന്നു. ഇനി അടുത്ത് ഈ സൾഫറിലേക്കുള്ള പ്ലസ് ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് സൾഫറിൽ നിന്ന് എടുത്ത ഇലക്ട്രോൺസിനെ സൾഫറിന് തിരിച്ചു കൊടുക്കും. അന്നേരം നമ്മുടെ സ്റ്റാർട്ടിംഗ് മോളിക്യൂളിലേക്ക് നമ്മൾ മാറും.
സൾഫറിന് ഇലക്ട്രോൺസ് തിരിച്ച് കിട്ടി. ഇവിടെ ബോണ്ടുണ്ട്. ഇവിടുത്തെ ബോണ്ട് എവിടെ നിന്നാണോ ഷിഫ്റ്റ് ചെയ്തത് ആ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ്, ആ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജും കൂടെ ചേർന്ന് എന്തായിട്ട് മാറി? ഡൈനായിട്ട് മാറി. ഇതെന്തായി? തയോഫീനായി. ഇതുപോലെ തന്നെയാണ് പൈറോൾ വരുന്നതും. പൈറോളിൽ NH, നൈട്രജനിൽ ലോൺ പെയർ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതേ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തു പോകും. നൈട്രജനിൽ എന്ത് വരും? പ്ലസ് ചാർജ് വരും. ഈ 3 മോളിക്യൂൾ തയോഫീൻ, ഫ്യൂറാൻ, സൾഫർ, അത് പൈറോള്, ഇത് മൂന്നിൻ്റെയും ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റംസ് 5 മെമ്പേർഡ് ആണ്. 2 ഡബിൾ ബോണ്ട് ഉണ്ട്. 6 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആവാൻ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുന്നത് ഹെട്രോ ആറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഡീലോക്കലൈസേഷൻ പാറ്റേൺ അല്ലെങ്കിൽ റെസൊണൻസ് പാറ്റേൺ സെയിം ആണ്. ഒരെണ്ണം പഠിച്ചാൽ മതി. ഇവിടെ സൾഫറിന് പകരം ഓക്സിജൻ കൊടുത്താൽ ഫ്യൂറാനായി, ഓക്സിജന് പകരം NH കൊടുത്താൽ പൈറോളായി. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എല്ലാം എന്താണ്? സെയിം ആണ്. ഇത് വരച്ച് പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സിസ്റ്റം 2π ഇലക്ട്രോൺ സിസ്റ്റം, രണ്ടാമത് പറഞ്ഞ സിസ്റ്റം ആണെങ്കിൽ 6π ഇലക്ട്രോൺ സിസ്റ്റം, അടുത്തത് 10π ഇലക്ട്രോൺ സിസ്റ്റം. 10π ഇലക്ട്രോൺ സിസ്റ്റം ആകുമ്പോഴേക്കും 4n + 2 = 10, 4n = 8, n = 2. അപ്പോൾ n-ന് എന്ത് കിട്ടി? ഹോൾ നമ്പർ വാല്യൂ കിട്ടി. ഇതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സൈക്ലോ ഒക്ട ടെട്രാഈനാണ് നമ്മൾ എടുക്കുന്നത്. സൈക്ലോ ഒക്ട ടെട്രാഈൻ, ഇതാണ് സൈക്ലോ ഒക്ട ടെട്രാഈൻ. ഇതിൻ്റെ 2 നെഗറ്റീവ് ചാർജ് വരും. ഈ 2 നെഗറ്റീവ് ചാർജ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഇതിൻ്റെ പേര് സൈക്ലോ ഒക്ട ടെട്രാഈനയിൽ ഡൈ ആനയോൺ. ടെട്രാഈനയിൽ എത്ര ആനയോൺ നെഗറ്റീവ് ചാർജ് ഉണ്ട്? 2 നെഗറ്റീവ് ചാർജ്. അതുകൊണ്ട് അതിനെ ഡൈ ആനയോൺ എന്ന് വിളിക്കും. ഈ മോളിക്യൂളിൽ മൊത്തം 4 പൈ ഇലക്ട്രോൺസ്, പൈ ബോണ്ടുകളുണ്ട്. അപ്പോൾ 4π ബോണ്ട് = 4 × 2 8 ഇലക്ട്രോൺസ്. 2 നെഗറ്റീവ് ചാർജ് മീൻസ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് കിട്ടി? 10 ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10π സിസ്റ്റംസ് ആയി. അപ്പോൾ ടെട്രാഈനയിൽ ഡൈ ആനയോൺ, സൈക്ലോ ഒക്ട ടെട്രാഈനയിൽ ഡൈ ആനയോൺ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. 10π ഇലക്ട്രോൺ സിസ്റ്റമാണ്. 10π ഇലക്ട്രോൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു മോളിക്യൂളാണ് സൈക്ലോ ഒക്ട ടെട്രാഈൻ. ഇതിൽ ഈ ആനയോൺ ഇല്ലാതെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ മൊത്തം 8π ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അത് 4n + 2 റൂൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്നാൽ തന്നെയും ഈ ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അല്ല. ഇങ്ങനെയാണ് ഈ മോളിക്യൂളിൻ്റെ ജോമെട്രി. ഈ മോളിക്യൂളിൻ്റെ ജോമെട്രി ഇങ്ങനെ ആയത് കാരണം ഇങ്ങനെ നിൽക്കും. ഇതല്ലാതെ ഇതിന് വേറൊരു ജോമെട്രിയും കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അതാണ് പറഞ്ഞത്. ബോട്ട് ഫോമിൽ ഇത് നിൽക്കും. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ ആണെങ്കിലും ഇതിന് എന്തില്ല? പ്ലെനാരിറ്റി ഇല്ല. പ്ലെനാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിലെ 2 ഇലക്ട്രോൺസ് എപ്പോഴും ഇവിടെ ഈ 2 ആറ്റംസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഈ ഒരു സ്ട്രക്ചറിൽ വരുമ്പോൾ 4 കാർബൺ ആറ്റംസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇതിന് പ്ലെനാരിറ്റി ഇല്ല. അപ്പോൾ സൈക്ലോ ഒക്ട ടെട്രാഈൻ ചാർജ് ഒന്നും ഇല്ലാതെ വന്നാൽ ഇത് ഒരു നോൺ പ്ലെനാർ മോളിക്യൂളാണ്. ഇതിൻ്റെ പ്ലെനാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡൈ ആനയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഡൈ ആനയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേബിൾ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിട്ട് മാറും. ഈ ബോട്ട് ഫോമും ഇതുപോലത്തെ ബെൻഡ് ഫോമും ഒക്കെ മാറി അതൊരു പ്ലെനാർ ഫോമായിട്ട് മാറും. ഓർത്തിരിക്കുക, സൈക്ലോ ഒക്ട ടെട്രാഈൻ, ആനയോണോ കാറ്റയോണോ ഒന്നുമല്ല, ടെട്രാഈൻ ന്യൂട്രൽ മോളിക്യൂൾ ആകുമ്പം അതെന്ത് മോളിക്യൂളാണ്? നോൺ പ്ലെനാർ ആണ്. അതിൻ്റെ പ്ലെനാരിറ്റി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്? ഡൈ ആനയോൺ ആക്കുന്നത്. ഡൈ ആനയോൺ ആകുമ്പോഴേക്കും അതെന്ത് മോളിക്യൂളായി? പ്ലെനാർ മോളിക്യൂളായിട്ട് മാറി. ഓർത്തിരിക്കുക, സൈക്ലോ ഒക്ട ടെട്രാഈനയിൽ ഡൈ ആനയോൺ ആണെങ്കിൽ മാത്രമേ അതെന്ത് വരത്തുള്ളൂ? അതിന്
ഡീലോക്കലൈസേഷൻ വരത്തുള്ളൂ. ഡീലോക്കലൈസേഷൻ അല്ല, പ്ലാനാരിറ്റി വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്ത് കാണിക്കത്തുള്ളൂ? അരോമാറ്റിസിറ്റി കാണിക്കത്തുള്ളൂ. അപ്പോൾ 2π ഇലക്ട്രോൺ സിസ്റ്റം നമ്മൾ പഠിച്ചു. 2π ഇലക്ട്രോൺ സിസ്റ്റത്തിന് നമ്മൾ എക്സാമ്പിൾ കണ്ടത് സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ. അടുത്ത് 4π ഇല്ല, 6π ഇലക്ട്രോൺ സിസ്റ്റം. 6π ഇലക്ട്രോൺ സിസ്റ്റത്തിന് നമ്മൾ കണ്ടു സൈക്ലോപെൻറ്റാഡൈഈനൈൽ ആനയോൺ. അതുപോലെ തന്നെ ട്രോപ്പീലിയം കാറ്റയോൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ 3 മോളിക്യൂൾസ് ആണ് തയോഫീൻ, അതുപോലെ ഫ്യൂറാൻ ആൻഡ് പൈറോ. ഇത്രയായിരുന്നു 6π ഇലക്ട്രോൺ സിസ്റ്റത്തിൽ. അടുത്ത് 10π ഇലക്ട്രോൺ സിസ്റ്റത്തിന് നമ്മൾ ഒരു എക്സാമ്പിളേ കണ്ടുള്ളൂ, സൈക്ലോ ഒക്ട ടെട്രാ ഈനൈൽ ഡൈ ആനയോൺ. ഇത്രയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു സെറ്റ് ഓഫ് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് അനിലീൻസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ആ സെറ്റ് ഓഫ് കോമ്പൗണ്ട്സിനെ നമ്മൾ ജനറലായിട്ട് വിളിക്കുന്ന പേരാണ് അനുലീൻസ്. ശരിക്കും ഈ അനുലീൻസ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. സൈക്ലിക് കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് അനുലീൻസ്. അതുപോലെ ഈ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇത് എന്താവാനേ പാടുള്ളൂ? മോണോസൈക്ലിക് കോമ്പൗണ്ട് ആവണം. അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് മീൻസ് ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് ഉണ്ടാവണം. ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അനുലീൻസ്. ഓർത്തിരിക്കുക, ഇറ്റ് ഷുഡ് ബി ഓൾവൈസ് എന്തായിരിക്കണം? മോണോസൈക്ലിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബെൻസീൻ എടുത്തു. ബെൻസീൻ എന്താണ്? ബെൻസീനിൽ ഒരു റിങ്ങല്ലേ ഉള്ളൂ, പോരാത്തതിന് അവിടെ കോൺജുഗേഷനും ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു അനുലീനാണ്. ജനറലി നമ്മൾ അനുലീൻ എന്ന് തന്നെയാണ് വിളിക്കാറ്. അടുത്ത് നമ്മൾ സൈക്ലോ ഒക്ട ടെട്രാ ഈൻ. ഇവിടെ നമ്മൾ പ്ലാനാരിറ്റി ഒന്നും ഈ അനുലീൻ്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ല. ഇതും എന്ത് തന്നെയാണ്? ഒരു മോണോസൈക്ലിക് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരും അനുലീൻ എന്ന് തന്നെയാണ്. ഇവിടെ എന്തുണ്ട്? കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടുകളുണ്ട്. അതായത് നമ്പർ എത്രയോ ആയിക്കോട്ടെ, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അതും എന്തിന് എക്സാമ്പിളാണ്? അനുലീൻസിന് എക്സാമ്പിളാണ്. ഇനി ഇവിടെ നോക്കിക്കുക, ബെൻസീനെയും നമ്മൾ അനുലീൻ എന്ന് വിളിച്ചു, സൈക്ലോ ഒക്ട ടെട്രായിനെയും നമ്മൾ അനുലീൻ എന്ന് വിളിച്ചു. ഹൗ ടു ഡിസ്റ്റിങ്വിഷ് ദീസ് ടു? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ജനറലി ഈ കോമ്പൗണ്ടുകളെല്ലാം നമ്മൾ പേരിടുന്നത് എന്ത് തന്നെയാണ്? അനുലീൻസ് എന്ന് തന്നെയാണ് പേരിടാറ്. അതിൻ്റെ മുമ്പിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഒരു നമ്പർ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ അനുലീൻസിനെ തിരിച്ചറിയുന്നത്. ഈ അനുലീൻസിലെ പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന നമ്പേഴ്സ്. ഇവിടെ 3 പൈ ബോണ്ടുകളായത് കാരണം 6 ഇലക്ട്രോൺസ്. അപ്പോൾ ബെൻസീൻ്റെ പേര് 6 അനുലീൻ. അടുത്ത സൈക്ലോ ഒക്ട ടെട്രായിൻ ആകുമ്പോഴേക്കും 4 പൈ ബോണ്ട്, ടോട്ടൽ 8 ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? 8 അനുലീൻസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ നോക്കുന്ന വേറൊരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇതും ഒരു മോണോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഈ മോണോസൈക്ലിക് കോമ്പൗണ്ട്, ഇത് മോണോസൈക്ലിക് അല്ലേ? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇത് മോണോസൈക്ലിക് ആണ്. അപ്പോൾ മോണോസൈക്ലിക് ആണ്, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? അനുലീൻ എന്ന് വിളിച്ചു. മൊത്തം 5 പൈ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിച്ച പേരാണ് 10 അനുലീൻസ് എന്ന് വിളിച്ചു. ഇനി ഇതുപോലെ വേറൊരു മോളിക്യൂൾ ഉണ്ട്. ഇതിൻ്റെ തന്നെ ബേസ് സ്ട്രക്ചറിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ, ഇവിടെയും എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്. ഇങ്ങനെ. അപ്പോൾ ഇതും മോണോസൈക്ലിക് കോമ്പൗണ്ടാണ്, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടുകളുണ്ട്. അപ്പോൾ ഇതും എന്തിന് എക്സാമ്പിളാണ്? അനിലീന് എക്സാമ്പിളാണ്. ഇനി നമ്മളിവിടെ ബോണ്ട് എണ്ണി നോക്കിയാലോ, 1 2 3 4 5 6 7, ടോട്ടൽ 7 പൈ ബോണ്ടുകളാണുള്ളത്. ദാറ്റ് മീൻസ് 14 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? 14 അനിലീൻ എന്ന് വിളിക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്ന വേറൊരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിംഗ് സിസ്റ്റംസ് ആണ്. ഇങ്ങനെ ഇവിടെയും എന്തുണ്ട്? ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടുകളുണ്ട്. നമ്മൾ ഡബിൾ ബോണ്ട് വരച്ച് നോക്കിയാൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് അങ്ങ് ഇട്ടാൽ മതി.
ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്. ഇത് മോണോസൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അനുലീൻ. ഇനി ഇവിടെ നമ്മൾ ബോണ്ട് എണ്ണിയാലോ 1 2 3 4 5 6 7 8 9 9 പൈ ബോണ്ട്, ദാറ്റ് മീൻസ് 18 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്തായിട്ട് മാറി? 18 അനുലീൻസ് എന്ന് മാറി. അതാണ് അനുലീൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ അരോമാറ്റിസിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അനുലീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. മോണോസൈക്ലിക് കോമ്പൗണ്ട്സ് ആയിരിക്കണം, അതിൽ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടുകളും ഉണ്ടായിരിക്കണം. അനുലീൻസിനെ തിരിച്ചറിയാൻ അതിൻ്റെ മുമ്പിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ്, അതാണ് അനുലീൻസിൻ്റെ മുന്നിലുള്ള ആ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ കാണുന്ന നമ്പർ. അപ്പോൾ ബെൻസീൻ എടുത്താൽ 3 പൈ ബോണ്ടുകളാണുള്ളത്. therefore ടോട്ടൽ 6 ഇലക്ട്രോൺസ്. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ അരോമാറ്റിസിറ്റി നമ്മൾ നോക്കിയാൽ 6 പൈ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം? 6 പൈ ഇലക്ട്രോൺ സിസ്റ്റമാണ് ഇത്. 6 പൈ ഇലക്ട്രോൺ സിസ്റ്റം. അതുപോലെ ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, പ്ലനാർ ആണെന്ന് അറിയാം. ഇവിടെ എന്തുണ്ട്? ഡീലോക്കലൈസേഷൻ ഉണ്ട്, ആണല്ലോ. അതുപോലെ 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നു. വേറെ n ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. എന്നിന് 1 വാല്യൂ കൊടുക്കുമ്പോൾ അത് 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് ഇതെന്താണെന്ന് പറയാം? അരോമാറ്റിക് ആണെന്ന് പറയാം. ശരിയല്ലേ? അടുത്ത് നമ്മൾ 8 അനുലീൻ എടുത്തു. 8 അനുലീൻ എടുക്കുമ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? 8 അനുലീനിൽ 8 അനുലീൻ സൈക്ലോ ഒക്ടാടെട്രൈൻ ഈസ് എ നോൺ പ്ലനാർ മോളിക്യൂൾ. അത് ബോട്ട് ഫോമിലോ ബെൻഡ് ഫോമിലോ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ അതിനെന്തില്ല? പ്ലനാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾ എന്തല്ല? അരോമാറ്റിക് അല്ല. അപ്പോൾ പിന്നെ ബാക്കി ലോക്കലൈസേഷനും ഡീലോക്കലൈസേഷനും 4n+ റൂളും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ സൈക്ലോ ഒക്ടാടെട്രൈൻ എന്തല്ല? അരോമാറ്റിക് അല്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കിയപ്പോൾ എന്ത് മാത്രമേ അരോമാറ്റിക് ആയിട്ട് വന്നുള്ളൂ? ഈ 6 അനുലീനിൽ ഏത് മാത്രം വന്നു? ബെൻസീൻ വന്നു. 8 അനുലീൻ എന്തല്ല? അരോമാറ്റിക് അല്ല. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ഇത് 10 അനുലീൻ. 10 അനുലീൻ നമ്മൾ നോക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പ്ലനാർ, ബെൻസീൻ പ്ലനാർ ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? പ്ലനാർ തന്നെ ആയിരിക്കണം. പിന്നെ ഇവിടെ പൈ ബോണ്ടുകളുണ്ട്, ഡീലോക്കലൈസ്. അപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഡീലോക്കലൈസേഷൻ ഉണ്ട്. 4n+2 ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ് വരുന്നത്. അത് രണ്ടും സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇത് പ്ലനാർ ആണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ ജംഗ്ഷനിൽ 2 ഹൈഡ്രജൻസ്. ഈ 2 ഹൈഡ്രജനും എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? എബോവ് ദ പ്ലെയിനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി കാർബണും ബാക്കി ഹൈഡ്രജനും എല്ലാം സെയിം പ്ലെയിനിൽ നിൽക്കുമ്പോൾ ഈ ഹൈഡ്രജനും എവിടെ നിൽക്കും? എബോവ് ദ പ്ലെയിനിൽ നിൽക്കും. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ടോട്ടൽ പ്ലനാരിറ്റി എന്തായിട്ട് മാറും? നോൺ പ്ലനാർ ആയിട്ട് മാറും. ഓർത്തിരിക്കുക, 8 അനുലീൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് 2 ബെൻസീൻ റിങ്ങിനെ ചേർത്ത് വെച്ച് ഒന്ന് വലിച്ചെടുത്തതുപോലെയാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ ഇതിലെ ഈ 2 ഹൈഡ്രജൻസ് എന്ത് ചെയ്യും? അത് നോൺ പ്ലനാർ ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് നിൽക്കും? ഔട്ട് ഓഫ് ദ പ്ലെയിനിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് എന്തില്ല? പ്ലനാരിറ്റി ഇല്ല. പ്ലനാരിറ്റി ഇല്ലാത്തത് കാരണം ഇതെന്താണ്? അരോമാറ്റിക് അല്ല. ഇറ്റ് ഈസ് നോട്ട് അരോമാറ്റിക്. ഇനി നമുക്കിതിനെ അരോമാറ്റിക് ആക്കാം. ഈ 2 ഹൈഡ്രജനെയും നമ്മൾ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ആരെ കൊണ്ടുവന്നാൽ മതി? ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജഡ് മീഥൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവന്നാൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്ത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരച്ചാലും ഈ മോളിക്യൂൾ എന്തായിട്ട് മാറും? CH2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മോളിക്യൂൾ പ്ലനാർ ആവും. അങ്ങനെ പ്ലനാർ ആവുമ്പോൾ അത് എന്ത് ബിഹേവിയറിലേക്ക് ചേഞ്ച് ചെയ്യും? അരോമാറ്റിക് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഹൈഡ്രജനായിട്ട് നിൽക്കുമ്പോഴാണ് ആ ഹൈഡ്രജൻ എന്തായിട്ട് നിൽക്കുന്നത്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നത്. ആ ഔട്ട് ഓഫ് ദ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ആ 2 ബ്രിഡ്ജും കൂടെ കണക്ട് ചെയ്തൊരു CH2 ഗ്രൂപ്പ് കൊണ്ടുവന്നാൽ, CH2 ഗ്രൂപ്പ് കൊണ്ടുവരുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കും. പക്ഷേ അതെന്തല്ല? നോൺ പ്ലനാർ അല്ല.
അതെന്തായിട്ട് മാറി? പ്ലനാർ ആയിട്ട് മാറി. അപ്പോൾ അത് അരോമാറ്റിക് ആയിട്ട് മാറി. അടുത്ത് നമ്മൾ നോക്കുന്ന മോളിക്യൂളാണ്, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈ മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ 9,10 മെത്തനോ 10 അനുലീൻ ആയിട്ട് മാറും. 9,10 മെത്തനോ 10 അനുലീൻ, ഇറ്റ് ഈസ് അരോമാറ്റിക്, ബട്ട് 10 അനുലീൻ ഈസ് നോട്ട് അരോമാറ്റിക്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഏതാണ്? 14 അനുലീനാണ്. 14 അനുലീനിൽ എന്തുണ്ട്? ഈ 14 അനുലീൻ ആകുമ്പോൾ അതിന് ലാർജർ സൈസാണ്. ലാർജർ സൈസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഈ മോളിക്യൂളിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബ്രിഡ്ജിൽ വരുന്ന ഹൈഡ്രജനുകളുണ്ട്. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജൻ നമ്മൾ നോക്കുമ്പോൾ റിംഗ് സൈസ് വലുതാണ് എങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? സ്റ്റെറിക് ഇഫക്റ്റ് കുറവായിരിക്കും. റിംഗ് സൈസ് വലുതാകുമ്പോൾ ഈ ഇലക്ട്രോൺസിന് ഇതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ശരിക്കും ഈ റിങ് രണ്ടെണ്ണമാണ്, ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റിംഗ് സൈസിൻ്റെ സ്റ്റെറിക് ഇഫക്റ്റും കൂടെ കൊണ്ടാണ് ഇത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എബോവ് ദ പ്ലെയിനിലേക്ക് പോയത്. പക്ഷേ ഇവിടെയാണെങ്കിൽ റിംഗ് സൈസ് വലുതായതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജന് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മോളിക്യൂളിന് എന്ത് പറയാം? ഇത് പ്ലനാറാണ്. കാരണം ഇതിൻ്റെ നടുക്ക് കാണപ്പെടുന്ന ഈ ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം എന്താണ്? അതേ പ്ലെയിനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇത് അരോമാറ്റിക് ആണ്. പക്ഷേ അരോമാറ്റിക് ആണെങ്കിൽ പോലും, അരോമാറ്റിക് ആകുമ്പോൾ അത് സ്റ്റേബിൾ ആവണം. പക്ഷേ അരോമാറ്റിക് ആണെങ്കിലും ഇവിടെ എന്താണ്? ഇത് ലെസ് സ്റ്റേബിൾ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, 6 അനുലീൻസ് അരോമാറ്റിക് ആണ്, 8 അനുലീൻ അരോമാറ്റിക് അല്ല, 10 അനുലീൻ അരോമാറ്റിക് അല്ല, 14 അനുലീൻ അരോമാറ്റിക് ആണ്. അരോമാറ്റിക് ആവാനുള്ള കാരണം ഓർത്തിരിക്കുക, ഇവിടെ ഈ ഹൈഡ്രജൻ റിംഗ് സൈസ് കൂടുതലായത് കാരണം ഹൈഡ്രജൻ ആറ്റത്തിന് എവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ സെൻറ്ററിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്യാവിറ്റി പോലെ ഇരിക്കുന്ന ഭാഗത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ അതിന് പ്ലനാരിറ്റി ഉണ്ട്, ഡീലോക്കലൈസേഷൻ ഉണ്ട്. ടോട്ടൽ 14 ഇലക്ട്രോൺസ് ആയത് കാരണം 4n+2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വേർ n ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 3 ആകുമ്പോൾ 14, 12+2 14 ആയി. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇത് അരോമാറ്റിക് ആണ്. ഒരു പ്രശ്നം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ലെസ് സ്റ്റേബിൾ ആണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്യും, അത് നമുക്ക് പറയാം. അപ്പോൾ 14 അനുലീൻ എന്താണെന്ന് പറഞ്ഞു? 14 അനുലീൻ അരോമാറ്റിക് ആണ്, പക്ഷേ 10 അനുലീൻ അരോമാറ്റിക് അല്ല. ഇനി നമ്മൾ 18 ഇലക്ട്രോൺ റൂൾ, ഇതിപ്പോൾ 18 അനുലീൻ ആണ്. 18 അനുലീൻ ആകുമ്പോൾ 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യും. n ഈസ് ഈക്വൽ ടു എത്രയാ? 18 ആകുമ്പോഴേക്കും 4, n-ന് 4 കൊടുക്കുമ്പോൾ ഇത് 18 ആവും. ഇവിടെയും ഡീലോക്കലൈസേഷൻ ഉണ്ട്. റിംഗ് സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന ഹൈഡ്രജൻ എല്ലാം എവിടെ നിൽക്കും? ഇതിൻ്റെ ഈ ക്യാവിറ്റി പോലുള്ള ഭാഗത്ത് നിൽക്കും. ഈ ഒരു പൊസിഷനിൽ എല്ലാ ഹൈഡ്രജനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഡീലോക്കലൈസേഷൻ ഉണ്ട്, ഹെൻസ് ഇറ്റ് ഈസ് അരോമാറ്റിക്. ഇനി നമ്മൾ അരോമാറ്റിസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഈ 14 അനുലീനെക്കാട്ടിലും അരോമാറ്റിസിറ്റി കൂടുതൽ ആർക്കാണ്? 18 അനുലീനാണ് കാണുന്നത്. അപ്പോൾ അരോമാറ്റിസിറ്റി നമ്മൾ 6 അനുലീൻസ് അരോമാറ്റിക് ആണെന്ന് പറഞ്ഞു, 8 അരോമാറ്റിക് അല്ല, 10 അരോമാറ്റിക് അല്ല, 14 അരോമാറ്റിക് ആണ്, 18ഉം അരോമാറ്റിക് ആണ്. ഈ 14 അരോമാറ്റിക് ആണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞു? 14 ഈസ് അരോമാറ്റിക് ബട്ട് ഫൗണ്ട് ടു ബി ലെസ് സ്റ്റേബിൾ. ഇതിൻ്റെ സാധാരണ അരോമാറ്റിക് കോമ്പൗണ്ടുകളെല്ലാം എന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്. പക്ഷേ 14 അനുലീൻ എന്താണ്? ലെസ് സ്റ്റേബിൾ മോളിക്യൂളാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ 10 അനുലീനെ അരോമാറ്റിക് ആക്കിയതുപോലെ നമുക്കിവിടെയും ഈ 14 അനുലീനെയും എന്താക്കി മാറ്റാം? അരോമാറ്റിസിറ്റി കളയാതെ അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതല്ലേ 14 അനുലീൻ. ഈ 14 അനുലീനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി അവിടെ എന്ത് കൊണ്ടുവന്നു? നേരത്തെ നമ്മളൊരു ബ്രിഡ്ജ് കൊണ്ടുവന്നു. പകരം ഇവിടെ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി? 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്കിത് എന്തായിട്ട് മാറും? ഇത് ഈ 14 അനുലീൻ എന്നുള്ളത് അരോമാറ്റിക്കും ആകും, മോർ സ്റ്റേബിൾ ആവും. അപ്പോൾ ഡബിൾ ബോണ്ട് മാറി അവിടെ എന്ത് വരണം? ഒരു ട്രിപ്പിൾ ബോണ്ട് വരും. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ നമ്മുടെ മോളിക്യൂള് എന്തായിട്ട് മാറും? ഇവിടെയാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ മോളിക്യൂള് മാറുന്നത്. ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ട്. ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ ഈ ഹൈഡ്രജനായി, ഈ ഹൈഡ്രജനായി. ഈ ഒരു
ട്രിപ്പിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? അരോമാറ്റിക് ആണ്. അതുപോലെ തന്നെ അത് എന്തുമായിട്ട് മാറും? ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ 14 അനുലീനെ നമ്മൾ ഇങ്ങനൊരു മോളിക്യൂളായിട്ട് മാറ്റി ബൈ ഇൻട്രൊഡ്യൂസിങ് എ ട്രിപ്പിൾ ബോണ്ട് ബൈ റിമൂവിങ് 2 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ ഇവിടെ അരോമാറ്റിക് ലെസ് സ്റ്റേബിൾ എന്നുള്ളത് എന്തായിട്ട് മാറി? അരോമാറ്റിക് ആൻഡ് ഹൈലി സ്റ്റേബിൾ. 18 അനുലീൻ ആണെങ്കിലും സ്റ്റേബിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു മോളിക്യൂളായിരുന്നു 10 അനുലീൻ. 10 അനുലീൻ എന്തായിട്ട് മാറി? 10 അനുലീനിൽ ഇവിടെ ഈ ഇന്റേണലി 2 ഹൈഡ്രജൻസ് എപ്പോഴും ഔട്ട് ഓഫ് ദ പ്ലെയിൻ നിൽക്കുന്നത് കാരണം അത് അരോമാറ്റിക് അല്ലായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ എന്ത് കൊണ്ടുവന്നു? ഒരു മെത്തിലീൻ ഗ്രൂപ്പ് കൊണ്ടുവന്നു. അപ്പോൾ 9, 10 മെത്തനോ 10 അനുലീനായിട്ട് മാറി. ഈ മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ CH2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മോളിക്യൂൾ എന്തായി? പ്ലനാറായി. അതുകൊണ്ട് തന്നെ അത് അരോമാറ്റിക്കും ആയി. ഇത്രയാണ് അനുലീൻ സിസ്റ്റംസ്. അനുലീൻ സിസ്റ്റംസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇത്രയാണ് അനുലീൻസ്. അനുലീൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. പോയോ ഇവിടെ എല്ലാവരും? അനുലീൻസ് ഓർത്തിരിക്കുക. നമ്മൾ പ്ലനാരിറ്റി ഉണ്ടോ നോക്കുക. സൈക്ലോ ഒക്ട ടെട്രൈൻ നമ്മൾ വിചാരിക്കുമ്പോൾ അതിൽ പ്ലനാർ മോളിക്യൂൾ ആണെന്ന് തോന്നും. പക്ഷേ അത് പ്ലനാർ അല്ല. അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് നിൽക്കുന്നത്. ഒന്നുകിൽ ബോട്ട് ഫോമിൽ അല്ലെങ്കിൽ ബെൻഡ് ഫോമിൽ. പിന്നെ 10 അനുലീൻ നമ്മൾ നോക്കുമ്പോഴും 2 ബെൻസീൻ റിംഗ് ചേർന്നിരിക്കുന്നത് കൊണ്ട് പ്ലനാർ ആവാം എന്ന് നമ്മൾ വിചാരിക്കും. അത് പ്ലനാർ അല്ല. അതിൻ്റെ ഇന്റേണൽ ഹൈഡ്രജൻ ആറ്റംസ് എവിടെയാണ് നിൽക്കാറ്? എബോവ് ദ പ്ലെയിനിലാണ് നിൽക്കാറ്. അതിനെ അരോമാറ്റിക് ആക്കാൻ നമുക്ക് ആ 2 ഹൈഡ്രജനെയും റിമൂവ് ചെയ്തിട്ടൊരു CH2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 14 അനുലീൻസ് പറഞ്ഞു. 14 അനുലീൻസ് ആകുമ്പോഴേക്കും അവിടെ റിംഗ് സൈസ് കൂടുതലായത് കാരണം അതിൻ്റെ ഇന്റേണലി ഉള്ള ഹൈഡ്രജന് അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇരിക്കാനുള്ള ക്യാവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അരോമാറ്റിക് ആണ്. പക്ഷേ ദിസ് മോളിക്യൂൾ ഈസ് ഫൗണ്ട് ടു ബി ലെസ് സ്റ്റേബിൾ. Stability can be increased by introducing a triple bond by removing 2 hydrogen atom. അപ്പോൾ ഇതെന്തായിട്ട് മാറി? അരോമാറ്റിക്കും ആയി, അതുപോലെ സ്റ്റേബിളും ആയി. അടുത്ത് നമ്മൾ നോക്കിയതാണ് 18 അനുലീൻ. 18 അനുലീനിലും വലിയ സൈസായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അരോമാറ്റിക് ആണ്, പ്ലനാർ ആണ്, ഡീലോക്കലൈസേഷൻ ഉണ്ട്. കമ്പയറിംഗ് ദ അരോമാറ്റിസിറ്റി ഓഫ് 14 and 18 അനുലീൻസ്, 18 അനുലീൻസ് ആർ ഫൗണ്ട് ടു ബി മോർ അരോമാറ്റിക് ദാൻ 14 അനുലീൻസ്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അരോമാറ്റിക് ആണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്കറിയേണ്ട 2 ടൈപ്പാണ്. നോൺ അരോമാറ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി അരോമാറ്റിക്കും ഉണ്ട്. നോൺ അരോമാറ്റിക് ആൻഡ് ആൻറ്റി അരോമാറ്റിക്. അപ്പോൾ നമ്മൾ മോളിക്യൂൾസിനെ അരോമാറ്റിക് ആൻഡ് നോട്ട് അരോമാറ്റിക് എന്ന് വിളിച്ചു. ഈ നോട്ട് അരോമാറ്റിക്കിൽ വരുന്ന 2 പേരാണ് ആരൊക്കെ? നോൺ അരോമാറ്റിക്കും അതുപോലെ തന്നെ ആൻറ്റി അരോമാറ്റിക്കും. ഈ ആൻറ്റി അരോമാറ്റിസിറ്റി നമ്മൾ പറയുമ്പോൾ അതിനുണ്ടാവേണ്ട കുറേ പ്രത്യേകതകളുണ്ട്. ഇതെന്ത് തന്നെ ആവണം? സൈക്ലിക് ആണ്. അതുപോലെ മോളിക്യൂൾ എന്തായിരിക്കണം? പ്ലനാർ ആയിരിക്കണം. പക്ഷേ ഇവിടെ എന്തുണ്ടാവാൻ പാടില്ല? മോളിക്യൂൾസ് സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, അതുപോലെ ഡീലോക്കലൈസേഷനും വേണം. പക്ഷേ ഇതെന്ത് റൂള് സാറ്റിസ്ഫൈ ചെയ്യാൻ പാടുള്ളൂ? 4n+2 പകരം 4n റൂള് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ cyclic molecule with planarity, a planar cyclic molecule with extended delocalization having 4n pi electrons. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൻറ്റി അരോമാറ്റിക്. അപ്പോൾ ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. മോളിക്യൂൾ ഷുഡ് ബി സൈക്ലിക്, പ്ലാനാർ ആൻഡ് വിത്ത് എക്സ്റ്റെൻഡഡ് ഡീലോക്കലൈസേഷൻ ഹാവിങ് 4n pi electrons. അതായത് 4 pi electrons ആവാം, 8 pi electrons ആവാം, 12 pi electrons ആവാം, 16 pi electrons ആവാം. ഇതുപോലുള്ള എല്ലാം എന്തിന് എക്സാമ്പിളാണ്? ആൻറ്റി അരോമാറ്റിക്കിന് എക്സാമ്പിളാണ്. അതിന് 4 pi ഇലക്ട്രോൺ സിസ്റ്റത്തിന് എക്സാമ്പിളാണ് നമ്മുടെ സൈക്ലോബ്യൂട്ടാഡൈൻ. ഇപ്പോൾ സൈക്ലോബ്യൂട്ടാഡൈൻ ഇത് പ്ലനാർ ആണ്, എക്സ്റ്റെൻഡഡ് ഡബിൾ ബോണ്ടുകളുണ്ട്, പിന്നെ സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, ഡീലോക്കലൈസേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ 4n = 4, n = 1. അതുകൊണ്ട് ഇത് എന്താണ്? ആൻറ്റി അരോമാറ്റിക് ആണ്. ഇതിന് 4 ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസേ ഉള്ളൂ.
ഇനി നമ്മൾ നോൺ അരോമാറ്റിക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ നോൺ അരോമാറ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോളിക്യൂള് ആദ്യമേ തന്നെ പറയാം, മോളിക്യൂൾ എന്തായിരിക്കും? നോൺ പ്ലാനാർ മോളിക്യൂൾ ആയിരിക്കും. നോൺ പ്ലാനാർ മോളിക്യൂൾ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവാം? മോളിക്യൂൾ സൈക്ലിക് ആയിരിക്കും, അതുപോലെ തന്നെ ഡീലോക്കലൈസേഷൻ ഉണ്ടാവാം. ഇതിലും എന്തായിരിക്കും? മോളിക്യൂൾസിൻ്റെ പൈ ഇലക്ട്രോൺസിൻ്റെ സിസ്റ്റം ഫോറൻ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസും ആവാം. അപ്പോൾ ആൻറ്റി അരോമാറ്റിക്കിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും നോൺ അരോമാറ്റിക്കിനുണ്ട് വിത്തൗട്ട് പ്ലനാരിറ്റി. അപ്പോൾ ഇവിടെ പ്ലനാറാണ്, ഇത് നോൺ പ്ലനാറാണ്. ബാക്കിയെല്ലാം സൈക്ലിക് ആണ്, ഡീലോക്കലൈസേഷൻ വേണം, ഫോറൻ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസും വേണം. അപ്പോൾ ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സ് വിത്ത് നോൺ പ്ലനാരിറ്റി ഈസ് നോൺ ആസ് നോൺ അരോമാറ്റിക്. ഇതിന് നമ്മൾ ഇത്രയും നേരം കണ്ടതിലൊരു എക്സാമ്പിൾ ഉണ്ട്, സൈക്ലോ ഒക്ട ടെട്രാ ഈൻ. സൈക്ലോ ഒക്ട ടെട്രാ ഈൻ ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു? ഒരു ബോട്ട് ഫോമിലൊക്കെ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ സൈക്ലിക് ആണ്, ഡീലോക്കലൈസേഷൻ ഉണ്ട്, 8 ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഈസ് 4n = 8, n = 2. അപ്പോൾ 4n റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സൈക്ലിക് ആണ്, അതുപോലെ ഡീലോക്കലൈസേഷൻ ഉണ്ട്, പക്ഷെ എന്തില്ല? പ്ലനാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തിന് എക്സാമ്പിളാണ്? നോൺ അരോമാറ്റിക് കോമ്പൗണ്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ടിനെ നമുക്ക് എങ്ങനെ പറയാം? പ്ലനാർ സൈക്ലിക് മോളിക്യൂൾസ് വിത്ത് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ആയിരിക്കണം. അതുപോലെ ഇറ്റ് സാറ്റിസ്ഫൈസ്, ഇതിനെ നമുക്ക് 4n റൂൾ എന്ന് പറയാം. നേരത്തെ നമ്മൾ 4n+2 റൂൾ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ 4n റൂൾ എന്ന് പറയാം. 4n റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി അരോമാറ്റിക്. നോൺ അരോമാറ്റിക് ആകുമ്പോൾ സൈക്ലിക് ആണ്, ഡീലോക്കലൈസേഷൻ ഉണ്ട്, ഫോറൻ പൈ ഇലക്ട്രോൺ സിസ്റ്റം ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല? പ്ലനാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോൺ അരോമാറ്റിക് എന്ന് വിളിച്ചത്. അപ്പോൾ ആൻറ്റി അരോമാറ്റിക്കും നോൺ അരോമാറ്റിക് തമ്മിൽ എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? പ്ലനാരിറ്റിയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇവിടെ മോളിക്യൂള് പ്ലനാർ ആയിരിക്കണം, പക്ഷെ നോൺ അരോമാറ്റിക്കിൽ മോളിക്യൂൾ എന്താവാൻ പാടില്ല? പ്ലനാർ ആവാൻ പാടില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് പറയട്ടെ? അതോ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? അടുത്തതൊരു പുതിയ ടോപ്പിക്കാണ്. ഇത്രയും കണ്ട് നമ്മൾ അരോമാറ്റിസിറ്റി ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ബെൻസീൻ റിങ്ങിൻ്റെ റിയാക്ടിവിറ്റിയും അതിൻ്റെ ഓറിയൻറ്റേഷനും ഒക്കെയാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാമേ.